രാധിക മോളുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ് അല്ലേ ശ്യാമേ? അതെന്താ എടുത്തി? അല്ല, എടുത്തു വളർത്തിയ ദേവനാരായണ തിരുമേനി ഇപ്പൊ നിൽക്കുന്ന കണിമംഗലത്ത്, പ്രസവിച്ചത് ശ്യാമ. ഒരർത്ഥത്തിൽ പറഞ്ഞ എല്ലായിടത്തും വേണ്ടപ്പെട്ടവരുണ്ട്, പക്ഷെ ഒരിടത്തും സ്ഥിരതയില്ലാത്തതുപോലെ. ആര് പറഞ്ഞു എന്റെ മോക്ക് സ്ഥിരതയില്ലെന്ന്? സ്ഥിരതയുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ അവളുടെ അമ്മയാണെന്നുള്ള കാര്യം. ഞാൻ ഈ ലോകത്തിനോട് പറഞ്ഞു കഴിയുമ്പോ ഇതെല്ലാം അവസാനിക്കില്ലേ? ആലോചിച്ചപ്പോ ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആ, എടുത്തി ഡാൻസ് ക്ലാസ്സിന്റെ അടുത്ത് നോക്കിക്കോളൂ. ശരി. ശ്യാമേ, മോള് വരുന്നുണ്ട്. പെട്ടെന്ന്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമൃതമ്മ. ഗുഡ് മോർണിംഗ്. രാധിക മോളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പുണ്ടല്ലോ. ശരിക്കുണ്ടോ? ഉണ്ട്. എന്നാ അത് സത്യ. മുഖത്ത് മാത്രല്ല, മനസ്സ് നിറയെ നല്ല സന്തോഷം ഇപ്പോ. അതെന്തുകൊണ്ടാന്നറിയോ മാഡം? പ്രിയയുടെ പെരുമാറ്റം കൊണ്ടാ. അവൾക്കിപ്പോ എന്നോട് എന്തൊരു സ്നേഹമെന്നറിയോ? അവൾക്ക് പഴയ കുറുമ്പുകളില്ല, അസൂയയില്ല. അവളിപ്പോ ഭക്ഷണം കഴിക്കുന്ന തന്നെ എന്റെ കൂടെ ഇരുന്നാ. ഓ, എനിക്ക് ചിലപ്പോ വാരിയും തരും. ഇപ്പഴാ ശരിക്കും അനിയത്തിയായിട്ട് അവൾ എന്റെ കൂടെ നിൽക്കുന്ന. രാധിക മോളുടെ ഇടപെടല് കണ്ട മോശമായിട്ട് പെരുമാറുന്ന ആരെ കൊണ്ടെങ്കിലും പറ്റോ? പ്രിയങ്ക അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി, അത്രേ ഉള്ളൂ. ഒന്നാലോചിക്കുമ്പോ അവള് പാവാ. അല്ലെങ്കിലും ചെറിയ ചെറിയ ദേഷ്യമൊക്കെ തോന്നില്ലേ? ഞാനൊരു അനാഥക്കുട്ടിയല്ലേ? എന്നിട്ടും അച്ഛനമ്മയും അവളെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുമ്പോ എന്തായാലും ഒരു വിഷമൊക്കെ തോന്നും. അതുപോലെ തന്നെയാ ആ സിനിമയുടെ കാര്യവും. അവൾക്ക് കിട്ടേണ്ടതല്ലേ ഞാൻ തട്ടിയെടുത്തത്. അപ്പോഴും പാവത്തിന് ദേഷ്യം തോന്നിട്ടുണ്ടാവില്ലേ? വേണ്ട വേണ്ട, അനുജത്തെ ഒരുപാട് ന്യായീകരിക്കുകയൊന്നും ചെയ്യണ്ട. ദ്രോഹിച്ചതും കൊല്ലാൻ നോക്കിയതൊന്നും ഒറ്റയടിക്ക് മറന്നു കളയണ്ട. ഇനി ഞാനതൊന്നും ഓർക്കില്ല മാഡം. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരാഗ്രഹമുള്ളൂ, കണിമംഗലത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിട്ട് അവളെ മാറ്റണം. കണിമംഗലത്തുള്ളവര് അവളെ കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കണം. അത് നടക്കും. മാഡം നോക്കിക്കോ, അവള് നല്ല കുട്ടിയായി എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു ദിവസം മാഡത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് മാഡം അവളോടൊന്ന് സംസാരിക്കണം. അവളുടെ കയ്യില് പിന്നെ എന്തേലും കള്ളത്തരുണ്ടെങ്കില് മാഡം അത് കണ്ടുപിടിക്കും. അതെനിക്ക് ഉറപ്പ്.